നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളാ കാത്തിരുന്ന വാർത്ത ഇതാ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുകയാണ്. കോച്ച് ഇഗോർ സ്റ്റിമാച്ചിനെ AFF പുറത്താക്കിയിരിക്കുന്നു. നമുക്കറിയാം, വളരെ പരിതാപകരമായ പ്രകടനമാണ് സമീപകാലത്ത് ഇന്ത്യൻ ദേശീയ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2026 വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ തകർന്നടിഞ്ഞു. നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നത് ഇന്ത്യയെ 2026 വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അടുത്ത റൗണ്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റിയില്ലെങ്കിൽ താൻ പരിശീലക സ്ഥാനം രാജിവെക്കുമെന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലെ തോൽവിക്ക് ശേഷം ആ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്ന സ്റ്റിമാച്ചിനെ അല്ലായിരുന്നു നമ്മൾ കണ്ടത്. അത് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ നിരാശയുണ്ടാക്കിയിരുന്നു, എതിർപ്പുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ AFF തീരുമാനമെടുത്തു, അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് തന്നെ അക്കാര്യം ഇപ്പോൾ AFF സ്റ്റേറ്റ്മെന്റ് ഇറക്കിക്കൊണ്ട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു വെർച്വൽ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ AFFന്റെ വൈസ് പ്രസിഡന്റാണ് ചെയർമാനായിട്ടുണ്ടായിരുന്നത്, മിസ്റ്റർ N. A. ഹാരിസ്. കൂടാതെ തന്നെ മറ്റ് മെമ്പർമാര് മെല്ല എതൻപ, പിന്നെ മിസ്റ്റർ അനിൽകുമാർ പ്രഭാകരൻ, കൂടാതെ AFFന്റെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള മിസ്റ്റർ IM വിജയൻ, അതോടൊപ്പം തന്നെ AFF ടെക്നിക്കൽ കമ്മിറ്റിയുടെ മെമ്പറായിട്ടുള്ള ക്ലൈമാക്സ് ലോറൻസ്, പിന്നെ മിസ്റ്റർ സത്യനാരായണൻ, അതായത് ആക്ടിംഗ് സെക്രട്ടറി ജനറൽ, ഇവർ ഒരുമിച്ച് ചേർന്നുള്ള മീറ്റിങ്ങിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ ഇന്ത്യ നടത്തിയത് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഈ സ്റ്റേറ്റ്മെന്റിൽ എടുത്തു പറയുന്നുണ്ട്. ഈ മീറ്റിങ്ങിൽ തീരുമാനമെടുക്കുന്നു. മിസ്റ്റർ സത്യനാരായണനെ ഈ കാര്യങ്ങൾ ഇഗോർ സ്റ്റിമാച്ചിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും അദ്ദേഹത്തെ ഇതാ പുറത്താക്കുന്നു. കൂടാതെ ഭാവിയിലെ അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. AFF അദ്ദേഹത്തിന്റെ സർവീസിന് നന്ദിയും പറഞ്ഞിതാ പിരിച്ചുവിട്ടിരിക്കുന്നു, പുറത്താക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.